DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതോടൊപ്പം റേഷൻ കാർഡുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില റേഷൻ അറിയിപ്പുകളും വന്നിട്ടുണ്ട്. മാർച്ച് 1 ഞായറാഴ്ചയും 2 തിങ്കളാഴ്ച മാസാദ്യത്തിലെ ആദ്യ പ്രവൃത്തി ദിനവുമായതിനാൽ റേഷൻ കടകൾക്ക് അവധിയാണ്. അതിനാൽ മാർച്ച് 3 ചൊവ്വാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും, അതായത് മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്ക് എന്തെല്ലാം വിഹിതങ്ങളാണ് ഈ മാസം ലഭിക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത്, സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുത്തുവരികയാണ്. ഏറ്റവും അവസാനം പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം കുടുങ്ങിയത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 7142 പേരാണ്. ഇവർ ഇതുവരെ സൗജന്യമായി കൈപ്പറ്റിയ ഭക്ഷ്യവിഹിതങ്ങൾക്ക് മാർക്കറ്റ് വിലയായി 2.09 കോടി രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഇവരുടെ മഞ്ഞ, പിങ്ക് കാർഡുകൾ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. അനർഹമായി മഞ്ഞ, പിങ്ക് കാർഡുകൾ കൈവശം വയ്ക്കുകയും റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നവരാണെങ്കിൽ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ കാർഡുമായി ഹാജരായി തരം മാറ്റം നടത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയും കർശന പരിശോധനകൾ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ മാസത്തെ റേഷൻ വിതരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, മാർച്ച് മാസത്തിൽ അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. ഇനി പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ നീലക്കാർഡിന് ഈ മാസം സ്പെഷ്യൽ അരിയുണ്ട്. കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. നീല കാർഡിന് കഴിഞ്ഞ മാസം 2 കിലോ വരെ ആട്ടയാണ് ലഭിച്ചത്. പൊതുവിഭാഗം NPNS വെള്ള റേഷൻ കാർഡിന് ആകെ 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. കഴിഞ്ഞ മാസം കേവലം 2 കിലോ അരി മാത്രമാണ് ലഭിച്ചത്. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ള കാർഡിനും 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം സ്ഥാപനം ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി 1 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. മറ്റൊന്ന്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടറിലേക്ക് അനുവദിച്ച മണ്ണെണ്ണ വിഹിതം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വാങ്ങാത്തവർക്ക് ഈ മാർച്ച് മാസത്തിൽ അത് വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ മണ്ണെണ്ണയുമാണ് വാങ്ങുവാൻ കഴിയുക. എല്ലാ റേഷൻ കാർഡുകാരും പ്രത്യേകിച്ച് അരിവിഹിതം കുറവുള്ള നീല, വെള്ള റേഷൻ കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, സപ്ലൈകോ സ്റ്റോറുകൾ വഴിയും സൂപ്പർ മാർക്കറ്റുകൾ വഴിയും എല്ലാ റേഷൻ കാർഡിനും കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭിക്കുന്നതാണ്. അത് പുഴുക്കലരിയായോ പച്ചരിയായോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കൂടാതെ 50% വരെ വിലക്കുറവിൽ 13 സബ്സിഡി പലവ്യഞ്ജനങ്ങൾ, അതായത് മുളക്, വെളിച്ചെണ്ണ, പഞ്ചസാര, ജയരി, കുറുവരി, മട്ടരി പോലുള്ള റൈസ് 8 കിലോ വരെയും ഓരോ മാസവും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യം കൂടി ആവശ്യമുള്ളവർ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.